അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഖാക്കൾക്ക് ലാൽസലാം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയാണ്. ഞാനിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ലൈവ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ചൂരൽമലയിലുണ്ടായ അതിദയനീയമായ ഒരു ദുരന്തം. ആ ദുരന്തത്തിൽ അകപ്പെട്ടവരിലെ തിരഞ്ഞെടുക്കപ്പെട്ട 100-ലധികം ആളുകൾക്ക് കുടുംബങ്ങൾക്കുള്ള വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഇൻഷാ അല്ലാഹ് 50-ലധികം വീടുകൾ 28-ാം തീയതി ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളവറുകൾ അദ്ദേഹത്തിൻ്റെ 100 മേനി മാത്രം കൊയ്യുന്ന അദ്ദേഹത്തിൻ്റെ പുണ്യം ചെയ്ത കരങ്ങളാൽ നിർവഹിക്കപ്പെടുകയാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ ഓരോ മുസ്ലിം ലീഗുകാരനും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സഹായിച്ചവർക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷം കൂടിയാണ് അന്നുണ്ടാവുക. തീർച്ചയായിട്ടും നിങ്ങളിലേക്കത് എ മുതൽ Z വരെ ഇപ്പം തുടർന്ന് പണി നടന്നുകൊണ്ടിരിക്കുന്നു. തറ പണി നടന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും മെയിൻ സ്ലാബിൻ്റെ വാർപ്പ് കഴിയാത്തതുണ്ട്. 28-ാം തീയതി കൊടുക്കേണ്ട വീടുകളുടെ അതടക്കം നൽകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നിങ്ങളിലേക്ക് ലൈവായിട്ടാണ് എത്തിക്കുന്നത്. എല്ലാവരും സഹകരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക സഹായം ചെയ്തവർക്കെല്ലാം തന്നെ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എവിടെ? നിങ്ങൾ പള്ളിമുക്കുള്ളല്ലേ? അതെ. ഞാൻ മറയൂർ പഞ്ചായത്ത് വൈറ്റുകാരാ. അടച്ചോനെ. അല്ല ഇജ് വർക്കിലാ? ഇതിന്റെ പഞ്ചായത്തിലെ യൂത്ത് ലീഗിന്റെ വൈറ്റുകാട് അംഗം കൂടിയാണ്. ഇജ് പണ്ട് വരില്ലേ? ആണ്ടുവാ. ഇവിടെ വന്ന് ലൈവ് തുടങ്ങിയപ്പം അവൻ നോക്കി നിൽക്കുകയാണ്. അൽഹംദുലില്ലാഹ് അവിടെ എൻ്റെ പഞ്ചായത്തിലെ ഒരു സാന്നിധ്യം ഉണ്ട് എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇതാണ് നമ്മുടെ ആ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്ക്. ഇത് ഏകദേശം മെയിൻ സ്ലാബിൻ്റെ ഇതിലെത്തിക്കഴിഞ്ഞു. മെയിൻ സ്ലാബിൻ്റെ വർക്ക് പൂർത്തീകരിച്ച മേഖലകളാണ്. ഇവിടെ പലതും പറയാറുണ്ട്. വെള്ളമില്ല, ഫോറസ്റ്റാണ്, കാടാണ്, തേങ്ങയാണ്, മാങ്ങയാണ് എന്നൊക്കെ. ഇതൊക്കെ എന്താ നല്ല അടിപൊളി സൈറ്റ്. നിറയെ വീടുകളാണ്. ഇതിൻ്റെ ആ താഴെ ഭാഗങ്ങളിലൊക്കെ നിറയെ വീടുകളാണ്. അതിൽ ചെറിയൊരു പോക്കറ്റ് റോഡ് പോകുന്നുണ്ട്. നമ്മുടെ ഈ സൈറ്റിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത്. ഏകദേശം ഒരു 6 മീറ്ററെങ്കിലും വീതി കാണുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ റോഡിൻ്റെ വീതി. ഇതൊരു വീടിൻ്റെ പണികളൊക്കെ മെയിൻ സ്ലാബിൻ്റെ വർക്ക് പൂർത്തീകരിക്കാവുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന മേഖലകളാണ്. താഴെ ഭാഗത്ത് വീടിൻ്റെ ജനവാതിലയറ്റ് കഴിഞ്ഞതുണ്ട്. തറയുടെ പണി നടന്നതുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ താഴെ 3-4 വീടുകൾ മെയിൻ സ്ലാബിൻ്റെ വർക്ക് ഇവിടെയൊക്കെ കഴിഞ്ഞതുണ്ട്. അതോടൊപ്പം തന്നെ മെയിൻ സ്ലാബിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതും അടിപൊളി ചെങ്കല്ല് ഉപയോഗിച്ചിട്ടാണ് ഉള്ളത്. ഇപ്പം അതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. കാരണം ഏതെങ്കിലും ലോക്കൽ കല്ലൊന്നുമല്ല. അതൊക്കെ വളരെ നല്ല വൃത്തിയിൽ തന്നെയാണ് ഇതിൻ്റെ കോൺട്രാക്ടർമാർ എടുത്തിട്ടുള്ളത് എന്നുള്ളതിന് സംശയിക്കേണ്ട. കാരണം അത്രയും വൃത്തിയായി നാളെ റബ്ബിൻ്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും എന്ന് ഭയപ്പാടുള്ള വിഭാഗങ്ങൾ തന്നെയാണ് ഈ വർക്കൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് സഖാക്കളെ പോലെ ദൈവവിശ്വാസമില്ലാത്ത ആളുകൾക്ക് എന്തും ചെയ്യാം. കാരണം അവർക്ക് ആരെയാണ് പേടിക്കാനുള്ളത്? നമുക്ക് അള്ളാഹുവിനെ പേടിക്കാനുണ്ട്. സഖാവിന് ഒരു ബാപ്പാനെയും പേടിക്കാനില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ പറയുന്നത് പോലെ വല്ല താളൂരോ ട്രസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഉള്ളത്തോളം മുണങ്ങാനുള്ള പണിയാണ് ഓല് നടത്തിയ പോലെ സഖാക്കൾ മാത്രമുള്ള അല്ലെങ്കിൽ ഒരു താളൂര് ട്രസ്റ്റ് രൂപീകരിച്ച് സകല വർക്കും അവർക്ക് കൊടുത്ത് അതിലെ ലാഭം വിഴുങ്ങാനായിട്ട് നടക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾക്കും അനുയായികൾക്കുമൊക്കെയാണ് ഞങ്ങളിത് കാണിക്കുന്നത്. കാരണം ഇതാണടാ പണി, ഇങ്ങനെ യാവണമിടൂ വർക്ക് എന്നാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ 3 ഭാഗത്തേക്കായിട്ട് റോഡുകൾ പിരിഞ്ഞു പോകുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഭാഗം എൻ്റെ ഏത് ഭാഗത്തുള്ളത്? ഞാൻ ആണ്ട് വരാം. ഇത് മറ്റൊരു താഴെ ഭാഗം. അങ്ങനെ 3 കൂടിയ ജംഗ്ഷൻ, 4 കൂടിയ ജംഗ്ഷൻ. ഒന്ന് അങ്ങോട്ട് പോകുന്നു, ഒന്ന് താഴേക്ക്, മറ്റൊന്ന് ഇങ്ങോട്ട്. ഇത് മെയിൻ റോഡിലേക്കുള്ള എൻട്രി. ഒക്കെ മെയിൻ സ്ലാബിൻ്റെ വർക്ക് നടക്കുകയാണ്.
ഇതൊക്കെ ഏകദേശം ഒരു 90% വർക്ക് പൂർത്തീകരിച്ചു എന്ന് പറയാവുന്ന മേഖലയിൽ നമ്മൾ 28-ാം തീയതി ബഹുമാന്യനായ തങ്ങളവറുകൾ താക്കോൽ ദാന കർമ്മം നിർവഹിക്കുന്ന മേഖലയാണ് ഇനി നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇതൊക്കെ ഇനി വൈറ്റ് വാഷ് കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ടൈൽസിൻ്റെ വർക്കുകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. മുകളിലെ വർക്ക് നടക്കുന്നു, പെയിൻറ്റിങ് നടക്കുന്നു. നിരവധി JCB, ടിപ്പർ, അതുപോലെ തന്നെ തറ മാന്തുന്ന ചെറിയ JCB പോലെയുള്ളത്, ഇതിൻ്റെ ഒക്കെ വർക്ക് അതിഗംഭീരമായി നടക്കുകയാണ്. സഖാക്കളെ, ഇതാണ് ജീവകാരുണ്യ പ്രവർത്തനം. 1000 കിട്ടിയാൽ 500 സ്വന്തം പോക്കറ്റിലേക്കും 250 കോൺട്രാക്ടർമാർക്കും കഴിച്ചു ബാക്കി 250 രൂപ കൊണ്ട് വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് പോലെയല്ല. 1.25 കോടി രൂപ പിരിച്ച്, അല്ലേ, 1.25 നമ്മളാ മരിച്ചുപോയ കുട്ടിക്ക്, വിദ്യാർത്ഥിക്ക് ഉണ്ടാക്കി കൊടുത്തത് 30 ലക്ഷം റുപ്യേൻ്റെ വീടല്ലേ. കണ്ടോ? ഇതിൻ്റെ താൽക്കാലികമായിട്ടുള്ള ചെറിയൊരു ലെവൽ ഞാനിതിൻ്റെ അകത്ത് കയറി കാട്ടിത്തരാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. സിറ്റ് ഔട്ട് സീറ്റ് ഇടാനുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ സിറ്റ് ഔട്ടിലേക്ക് കൊണ്ട് കയറുകയാണ്. നേരെ ടൈൽസ് കൊണ്ടു ഇറക്കിയിട്ടുണ്ട്. ചില മേഖലകളിൽ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. നേരെ ഡൈനിങ് ഹാളിലേക്ക് വന്നു. അവിടെ റെസ്റ്റ് എടുക്കേണ്ട തൊഴിലാളികൾ. ഇതൊരു ബെഡ്റൂമാണ്. വൈറ്റ് വാഷൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം അകത്ത്. ആ ഡൈനിങ് ഹാളിൽ നിന്ന് ചെറിയൊരു പാസേജ് വീണ്ടും മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. 2ാമത്തെ ബെഡ്റൂം. ഇവിടെ ഒരു കോമൺ പുറത്ത് ഒരു ബാത്റൂമിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വീണ്ടും ഒരു റൂമായി തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് പുറത്തേക്ക് ഇറങ്ങുന്ന ഏരിയയാണ്. ഇവിടെ മറ്റൊരു ബെഡ്റൂം കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് 1, 2, 3 ബെഡ്റൂം, ഡൈനിങ് ഹാള്, അതുപോലെ അടുക്കളക്കനുസരിച്ചുള്ള ഒരു വർക്ക് ഏരിയ, ഒരു റൂമിൽ ബാത്റൂം അറ്റാച്ച്ഡ്, മറ്റൊരു പൊതുവായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ മറ്റൊരു റൂം തന്നെ ബാത്റൂം കൂടി ഇതിനകത്തുണ്ട്. ഇനി ഏകദേശം നമ്മൾ ഈ ഒരു സൈറ്റിൻ്റെ വീതി നമുക്കിത് കാണാൻ കഴിയും. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഈ കാണുന്ന ഒരു കെട്ട് കാണുന്നുണ്ട്. ഈ ലെവലിൽ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ ടാറ് പീപ്പ വെച്ചിട്ടുള്ള ഇതിന് ലെവലിൽ നേരെ ആ വൈറ്റ് വാഷ് അടിക്കണ അവിടെ ഒരു കരിങ്കല്ലിൻ്റെ കെട്ട് കാണും. ആ രൂപത്തിൽ ഏകദേശം നല്ല മുന്നിൽ അത്യാവശ്യം സൗകര്യമുള്ള മുറ്റത്തോടു കൂടി തന്നെയാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഒറ്റ വീട് മാത്രം അതിൻ്റെ സൈഡുകളും കാര്യങ്ങളും കാണിക്കുന്നു. ഇത് ആ വീടിൻ്റെ ബാക്ക് സൈഡായിട്ട് വരുന്ന ഒരു മേഖലയാണ് ഒരു സൈഡ്. ഇതിലെ മറ്റൊരു റോഡ് പോകുന്നുണ്ട്. ഇതിനി പൊതുവാണോ അല്ലേന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ആട്ടെ, മുന്നിലൂടെ നമുക്ക് മറ്റൊരു റോഡുണ്ട്. ഇത് ഞാൻ അകത്ത് നിന്ന് നിങ്ങൾക്ക് കാട്ടിത്തന്ന അടുക്കളയുടെ ഭാഗമാണ്. ഈ അടുക്കളയുടെ ഭാഗത്തിൻ്റെ നേരെ ബാക്ക് സൈഡിലായിട്ടാണ് നമുക്കുള്ളത്. ഇവിടെ ഏകദേശം ഒരു 2.5 മീറ്റർ വീതി കാണാൻ കഴിയുന്നുണ്ട്. സുമാറാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്, 2.5 മീറ്റർ വീതി. ഇതാ രണ്ടാമത് വീണ്ടും ഈ ഒരു സൈറ്റിൻ്റെ മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞു. സമചതുരത്തിൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രൂപത്തിൽ അതിവിശാലമായ രൂപത്തിലൂടെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി തൊഴിലാളികൾ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയും. നൂറുകണക്കിന് തൊഴിലാളികളുടെ വർക്ക് അതിശക്തമായ രീതിയിൽ എത്രയും പെട്ടെന്ന് 28-ാം തീയതി 50ഓളം വീടുകൾ നമുക്ക് നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഓരോ മുസ്ലിം ലീഗുകാരൻ്റെയും ശ്രദ്ധയിലേക്ക് പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ
മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് ഉള്ളവരാണ്. തീർച്ചയായിട്ടും അത് വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്. കാരണം ഇത്രയും ജീവകാരുണ്യ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യ രാജ്യത്ത് ഇല്ല എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും. കാരണം അത്രയും സൗകര്യപൂർവ്വത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട വൈറ്റ് കാർഡിൻ്റെ ആ വ്യക്തി, അദ്ദേഹം ഇതിൻ്റെ സ്വന്തമായിട്ടുള്ള സൗജന്യക്കമായിട്ട് ഇത് മറ്റൊരു വീടിൻ്റെ ബേസ്മെൻറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കണം. പാതകം എന്ന് പറയും. ഇജി വന്നിട്ട് 10 ദിവസമായി. നമ്മളതിൽ തുടങ്ങി അന്ന് പോകുന്നതല്ലേ ജി അല്ലേ? ഇതിപ്പോൾ ജി പിന്നെ എന്തൊക്കെയാ മലയാക്കാൻ്റെ ഇതിലാ വന്നത് അല്ലല്ലോ? നിർമ്മല മലയാക്കാൻ്റെ ഇതിലാ പോകുന്നത്. ആ ഇതോ തന്നെ? ആ അടിയിലുള്ള അല്ലേ? ഈ പെയിൻ്റ് അടിച്ചല്ലേ? വൈറ്റ് വാഷ് അടിച്ചല്ലേ? ആ ഇതിപ്പോൾ നമ്മളെ വൈറ്റ് കാർഡിൻ്റെ ജ്യേഷ്ഠനാണ്. ഓനാണ് ഈ വീടിൻ്റെ പിന്നെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാ നമുക്ക് ലൈവ് അവസാനിപ്പിക്കാറായി. എനിക്ക് ഇവിടുന്ന് നാട്ടിലേക്ക് എത്തണം. വേറെ 1-2 ആൾ വൈത്തിരിയിൽ കാത്തിരിക്കാം. ഞാൻ പോകട്ടെ മോനെ, ഇട്ടാൻ വരട്ടോ. അപ്പോൾ ഇനി നമ്മൾ അവസാന ഇതിലേക്ക് എത്തുകയാണ്. ഇതിൻ്റെ ഈ സൈറ്റിൻ്റെ 4 ഭാഗങ്ങളിലും വീടുകളാണ്. അതും നല്ല VIP രൂപത്തിലുള്ള വീടുകൾ, ചെറുകിട വീടുകളല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഈ മെയിൻ റോഡിൻ്റെ സെൻറ്ററിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്ക് ഇവിടെ ലൈവോ കാര്യങ്ങളോ വിടാൻ പാടില്ല എന്നുള്ളതാണ്. ഏതായാലും പ്രിയപ്പെട്ട എൻ്റെ നേതൃത്വം എന്നോട് ക്ഷമിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം പ്രചരണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.